ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാരേജ് ആണോ നല്ലതെന്ന ക്വസ്റ്റ്യൻ എല്ലായ്പ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്ന ഒന്നാണ്. 5-6 വർഷം പ്രണയിച്ചിട്ടും 6 മാസം ആകുമ്പോഴേക്കും ഡിവോഴ്സ് ചെയ്യുന്ന ആളുകളുണ്ട്. 10-14 വർഷം അറേഞ്ച്ഡ് മാരേജ് ചെയ്തിട്ടും പിന്നീട് ഡിവോഴ്സിന് പോകുന്ന ആളുകളുമുണ്ട്. എന്തൊക്കെയായാലും ലവ് ആഫ്റ്റർ മാരേജ് ഉണ്ടാവുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. മാത്രമല്ല, റിലേഷൻഷിപ്പിൽ ട്രാൻസ്പാരൻസി എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എത്ര നാൾ ഒരുമിച്ച് ജീവിച്ചു എന്നുള്ളതല്ല, എത്രത്തോളം മനസ്സിലാക്കി എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഒരുപാട് നാളുകൾ പ്രണയിച്ച് നടന്നിട്ടും വിവാഹത്തിലേക്ക് എത്തുമ്പോൾ പലപ്പോഴും അവിടെ ബ്രേക്കപ്പ് സംഭവിക്കുന്നത് പ്രണയിക്കുന്ന സമയത്ത് വളരെ കുറച്ച് സമയം മാത്രം സ്പെൻഡ് ചെയ്തിരുന്ന ആളുകൾ പിന്നീട് എല്ലായ്പ്പോഴും ഒരുമിച്ചാകുമ്പോൾ അവരുടെ എക്സ്പെക്ടേഷൻസിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നത് കൊണ്ടാണ്. റിലേഷൻഷിപ്പിൽ ഒരുപാട് എക്സ്പെക്ടേഷൻസ് വെക്കാതെ നിങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എന്ത് തന്നെയാണെങ്കിലും അവിടെ ഒരു എക്സ്പെരിമെന്റ് നടത്തി അവിടെ വിജയിച്ചാൽ ആ റിലേഷൻഷിപ്പ് കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും.